നമുക്കറിയാം ഏറ്റവും കൂടുതൽ സമയം സ്ത്രീകൾ ചെലവഴിക്കുന്ന ഒരു വീടിൻ്റെ ഉള്ളറയാണ് അടുക്കള എന്ന് പറയുന്നത്. കൂടുതൽ ആ സമയം ചെലവഴിക്കുമ്പോഴത്തേക്കിന് അവിടെ ഏറ്റവും കൂടുതൽ നല്ല വൃത്തിയായിട്ട് കിടക്കുക, വൃത്തിയായിട്ടിരിക്കുക. നമുക്കറിയാം സാധാരണപ്പെട്ട അല്ലാത്ത അടുക്കള വളരെ ദയനീയാവസ്ഥയിലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ ഏറ്റവും നല്ല വൃത്തിയായിട്ടിരിക്കുന്നത് അവിടെ മാനസിക സന്തോഷത്തിനും ആരോഗ്യത്തിനും എല്ലാം മെച്ചപ്പെട്ടതാകും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് അടുക്കളകൾ വൃത്തിയായിട്ട് ഇരിക്കുക. ആ അടുക്കളയുടെ ഭാഗം ഭംഗിയാക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ മെച്ചപ്പെട്ട ഒരു സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയും സർക്കാർ ഈസി കിച്ചൺ സ്മാർട്ട് കിച്ചൺ ആക്കി മാറ്റുക എന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. പാലക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ വെച്ചിരിക്കുന്ന പദ്ധതി എനിക്ക് തോന്നുന്നു ഈ പദ്ധതി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും വെക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്ത് നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ കിച്ചണിൽ തന്നെയാണ്. അത് ഇന്നത്തെ കാലത്ത് എല്ലാം ഡിജിറ്റലൈസേഷനും സ്മാർട്ടും ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ അടുക്കളയിൽ സ്മാർട്ട് ആകണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹവും ആവശ്യവും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു മല്ലപ്പള്ളി ബ്ലോക്ക് തലത്തിൽ പാലക്കാട് പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ 21 എണ്ണം കിട്ടിയിരിക്കുന്നത് എന്ന് എനിക്ക് അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ കഴിയും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് എല്ലാം നമ്മുടെ ഗ്രാമസഭയ്ക്ക് ഈ അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ പല ആൾക്കാരും ഇത് കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ അപേക്ഷ വെക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ആർക്കും ഒരു ഉറപ്പില്ല. എന്നിരുന്നാൽ തന്നെ കുറേ ആളുകൾ ഞങ്ങൾക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും ഞങ്ങൾ പേര് കൊടുക്കുന്നു എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പേര് കൊടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇനിയും പേര് കൊടുക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ നമ്മുടെ അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയി, അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ആയതാണ്. ഇനി നമുക്ക് അടുത്ത വർഷത്തെ പദ്ധതിയിൽ നമ്മൾക്ക് ഇത് തന്നെ തുടർന്ന് പോകണം. കാരണം ഒരുപാട് ആൾക്കാർ ഈ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അതിനെങ്ങനൊരു പദ്ധതി രൂപം കൊടുത്തപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് അതിന് ഗുണഭോക്താക്കളെ വിളിച്ചു വരുത്തി അവരെ ബോധ്യപ്പെടുത്തണമെന്നും ഉള്ള ആഗ്രഹം ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കമ്മിറ്റി ചർച്ച ചെയ്യുകയും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റിനെ അറിയിക്കുകയും ചെയ്തപ്പോൾ വേറെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിൽ 7 ഗ്രാമപഞ്ചായത്തുകളാണ്. ആ 7 ഗ്രാമപഞ്ചായത്തുകളിൽ 2 ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് ഈ പദ്ധതി ആദ്യമായി ഏറ്റെടുത്തത്. അതിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളെ കണ്ടെത്തി 21 പേരെ ഈ ഗ്രാമപഞ്ചായത്തിൽ തന്നു. അതിന് ഭരണസമിതിയെ ഞാൻ കണ്ട പ്രശംസിക്കുകയാണ്. സാധ്യതയുള്ളതായ സ്ഥലങ്ങളിൽ പണം ലഭ്യമാകുമെങ്കിൽ അത് നമ്മുടേതായ ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് കൊടുക്കണം. അതാണ് ലക്ഷ്യം. ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെയും മുഖ്യ ലക്ഷ്യം അത് ഭരണ ഒരു സമിതിയുടെ ഇച്ഛാശക്തിയുടെ ഭാഗം കൂടിയാണ്. അതിനാണ് അഭിനന്ദനം ഞാൻ അർപ്പിക്കുന്നത്. കവിയൂർ ഗ്രാമപഞ്ചായത്ത് ആകെപ്പെടെ 4 പേരെയാണ് അത് ഒരു വാർഡിൽ നിന്നാണ് തന്നത്. ഈ 4 പേരെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റു വാർഡിലെ നമ്പർമാർ ചിന്തിക്കുകയാണെങ്കിൽ ഇതെന്നെ ഒരു വാർഡ് മാത്രമേ ഉള്ളൂ. വേണ്ടത്ര ശ്രദ്ധ കൊടുത്തു. കുണ്ടന്താനം ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ആദ്യമുള്ളത് ഞങ്ങൾക്കും വേണം. നമ്മൾ 25 പേരുടെ ലിസ്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗീകരിച്ചു തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനെയാണ് മാർഗനിർദ്ദേശം വീണ്ടും വന്നു. 75,000 രൂപ മാത്രമേ ഈ പദ്ധതിക്ക് ഒരാൾക്ക് ചെലവഴിക്കാൻ കഴിയൂ. ഇതിന് ശേഷിക്കുന്നതായ തുക അവിടെ ആണ്. അതിൽ 8 ഗുണഭോക്താക്കൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അത് കുണ്ടന്താനം ഗ്രാമപഞ്ചായത്ത് 10 എണ്ണം വന്നപ്പോൾ 8 പേരെ കൂടെ അവിടെ കാണും. അങ്ങനെ ആ സ്കീം നമ്മൾ നടപ്പിലാക്കും. ഇങ്ങോട്ട് നോക്കണേ.
സാറേ ഇങ്ങോട്ട് നോക്കണേ, മേടിച്ച് കഴിയുമ്പോൾ. മൊബൈൽ മതി, മൊബൈൽ കേട്ടോ. ഇങ്ങോട്ട് നോക്കാം സാറേ, മേടിച്ചിട്ട് ഇങ്ങോട്ട് നോക്കണേ രണ്ടുപേര്. കൊടുത്തേ, കൊടുത്തു. ഇങ്ങോട്ട് നോക്കിയേ. പറഞ്ഞോ. 21 വീട്ടമ്മമാരുടെ ഹൃദയത്തിൽ ദീപം കൊളുത്തുന്ന ഈ അവസരത്തിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ആദരവ് കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. കാലങ്ങൾ കുറച്ച് കഴിഞ്ഞു എങ്കിൽ പോലും ഈ സമയത്ത് ഏതായാലും ശരി, സ്വന്തം വീട്ടിൽ കിട്ടുന്ന ഒരു പ്രത്യേകതയുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു, എനിക്ക് ഈ ഗുരുശ്രേഷ്ഠ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യ അവാർഡ് വന്നത്, ആദരവ് വന്നത് നമ്മുടെ കോട്ടാനം ഗ്രാമപഞ്ചായത്ത് ഫസ്റ്റ്. അപ്പം ഏതായാലും ശരി, വലിയ സന്തോഷമുണ്ട് ഈ ഒരു ആദരവ് ലഭിച്ചതിൽ. പ്രിയപ്പെട്ട പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഉൾപ്പെടെ എല്ലാ മെമ്പർമാർക്കും പ്രത്യേക നന്ദി പറയുന്നു. പിന്നെ ഇവിടെ അവാർഡ് കൊടുത്തു. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാൻ, ഞാൻ സാറിന്റെ ഭാഗത്തുള്ള ഒരു ശിക്ഷയല്ല, രാഷ്ട്രീയത്തിലും നമ്മുടെ സെന്റ് മേരീസ് സ്കൂളിൽ LP സ്കൂളിൽ പഠിച്ച കാലഘട്ടം. അപ്പം ഒരു രാഷ്ട്രീയ ഗുരുവായിരുന്നു എന്ന് പറയാം ഫാദർ. അങ്ങനെ അവരുടെ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് നടന്നിട്ടുള്ള ആ കാലഘട്ടം. അപ്പം അത് ഇവിടത്തെ തന്നെ ബൈജു സാറിന് കൊടുക്കാൻ ആനിക്കാട് പഞ്ചായത്ത് സാധിച്ചു. കൃത്യമായി അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ, അത് ആനിക്കാട് സെന്റ് മേരീസ് LP സ്കൂളിലായിരുന്നപ്പോഴും ഹൈസ്കൂളിലായിരുന്നപ്പോഴും വളരെ ഭംഗിയായിട്ട് അധ്യാപനം നടത്തുകയും കുട്ടികളെ നിയന്ത്രിക്കുകയും ആ സ്കൂളിൻ്റെ പുരോഗമനത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് ബൈജു സാർ. പഞ്ചായത്തിൻ്റെ പദ്ധതികളെല്ലാം തന്നെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ അപേക്ഷിച്ച് ഈ വർഷം തന്നെ ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയി. പദ്ധതികൾ, പണികളും എല്ലാം നടക്കുന്നുണ്ട്. അതിനൊത്തിരി ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും അതൊന്നും നമ്മൾ ഓർക്കുന്നില്ല. നമ്മൾ കൃത്യമായ കാര്യങ്ങളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ സാറിൻ്റെ അനുമോദനം നടത്തുന്നത്, അത് വളരെ നമ്മൾ താമസിച്ചു പോയെന്നുള്ളത് ശരിയാണ്. അജി എനിക്ക് പല പ്രാവശ്യം പറഞ്ഞായിരുന്നു. പക്ഷെ അത് നമ്മുടെ ശ്രദ്ധയിൽ വരാതെ പല പ്രാവശ്യം പറഞ്ഞിരുന്നു നമുക്ക് ബൈജു സാറിനെ ആദരിക്കണം. അത് ശരിയായിരുന്നു. പക്ഷേ ഈ തിരക്കിനിടയിൽ വിട്ടുപോയതാണ്. സാറ് അത് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നത്. കാരണം ആനിക്കാടുകാരനാണ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനാണ്. അതുകൊണ്ട് അതിലൊരു കുഴപ്പമില്ല. ഇപ്പോഴേലും നമുക്ക് ഇത് ചെയ്യാൻ സാധിച്ചത് വളരെയേറെ സന്തോഷം. നല്ലവരായ നാട്ടുകാരെ സുഹൃത്തുക്കൾ, ഈസി കിച്ചൺ ഇതൊരു പുതിയ പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് വേറൊരു തലത്തിൽ നിന്നാണ് ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നത്. ലൈഫ് പോലുള്ള ദാരിദ്ര്യ മേഖലയിൽ ഉള്ള ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ലൈഫ് പോലുള്ള പദ്ധതികൾ ഗവൺമെൻറ് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് നമ്മളെല്ലാം ശ്രദ്ധിക്കുന്ന വീടിൻ്റെ മുൻഭാഗവും മധ്യഭാഗവും ഒക്കെയാണ്. പുറവശം തീർത്തും നമ്മൾ അവഗണിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി, അതുപോലെ തന്നെ ബാത്റൂമുകൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി, വേസ്റ്റ് ഡിസ്പോസൽ മാർഗങ്ങൾ അതും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നമ്പർ ഇടാനുള്ള ഒരു പ്രവണതയാണ് നമ്മൾ കാണും. നിങ്ങളെക്കാൾ കൂടുതൽ ഈ പ്രവണത നമ്മുടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലുണ്ട്. അക്കാരണത്താൽ തന്നെ ഗവൺമെന്റിന് അറിയാം, ഒരു വീടിന്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് അടുക്കള ഉൾപ്പെടെയുള്ള സ്ത്രീജനങ്ങളുടെ വെൽഫെയർ അത്യാവശ്യമാണെന്ന് ഗവൺമെന്റ് നേരത്തെ തിരിച്ചറിയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള വെൽഫെയർ സ്കീംസ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.